നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഫുട്ബോൾ കളിക്കുന്നവരും ചെറിയ ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന ആളുകൾ പറയുന്നതാണ് മുട്ടിൻ്റെ ഉള്ളിലെ ലിഗമെൻ്റ് ഇഞ്ചുറി പറ്റിയെന്നുള്ളത്. എങ്ങനത്തെ ഒരു ഇഞ്ചുറിയാണ് സാർ പിന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു ACL ഇഞ്ചുറി ആയിട്ട് തന്നെ തോന്നുന്നത്? കൂടാണ്ട് വേറൊരാൾ ടാക്കിൾ ചെയ്യുമ്പോഴത്തേന് മുട്ടിൽ നല്ല അടി കിട്ടിയത്, അങ്ങനെയുള്ള ആളുകളിലാണ് സാധാരണഗതിയിൽ ACL ഇഞ്ചുറി കാണാറുള്ളത്. പ്രത്യേകിച്ച് കളിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മളെ മുട്ടിന് ചുറ്റുമുള്ള പേശികൾ നല്ല ശക്തിയോടെ തന്നെ വെക്കണം. അല്ലെങ്കിൽ ഈ ഭാരവും ഈ സ്ട്രെയിനും മുഴുവൻ നമ്മൾ മാറ്റിവെച്ച ലിഗമെന്റിലേക്കാണ് പോവുക. ഞാൻ ഡോക്ടർ അസീം ജബ്ബാർ, ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ അരീക്കോട്ട്, മലപ്പുറത്തെ സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടൻ്റാണ്. ഞാൻ ഡോക്ടർ ജോസഫ് ജോർജ്, എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഹലോ ഡോക്ടർ ജോസഫ്, ഇന്ന് നമ്മൾ മുട്ടിലെ ലിഗമെൻ്റ് ഇഞ്ചുറിനെ പറ്റിയൊന്ന് സംസാരിക്കാം അല്ലേ? നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഫുട്ബോൾ കളിക്കുന്നവരും ചെറിയ ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന ആളുകൾ പറയുന്നതാണ് മുട്ടിൻ്റെ ഉള്ളിലെ ലിഗമെൻ്റ് ഇഞ്ചുറി പറ്റിയെന്നുള്ളത്. യൂഷ്വലായിട്ട് നമുക്ക് പറ്റുന്നത് ACL ലിഗമെൻ്റ് അല്ലേ, ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ്. അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ? അപ്പോൾ നമുക്ക് യൂഷ്വലായിട്ട് കാണുന്ന മുട്ടിലെ ലിഗമെൻ്റ് ഇഞ്ചുറി ആൻറ്റീരിയർ ക്രൂഷ്യൽ ACL ഇഞ്ചുറി എന്ന് പറയുന്ന ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് ഇഞ്ചുറി ആണല്ലോ. നമുക്ക് മുട്ടിൻ്റെ ഒരു അനാട്ടമി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മുട്ടിന് പ്രധാനപ്പെട്ട ലിഗമെൻറ്റുകൾ 4 ലിഗമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബോൺ ടു ബോൺ അറ്റാച്ച്മെന്റ്, 2 എല്ലുകളെയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന സ്ട്രക്ചറിനാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. മുട്ടിൽ മെയിൻ ആയിട്ട് 4 ഉള്ളത് അല്ലേ? ഇപ്പോൾ ഉൾവശത്തുള്ള മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്, പുറം വശത്തുള്ള ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ്, ഇത് രണ്ടും മുട്ടിന്റെ പുറമേ ഉള്ളതാണ്. പിന്നെ മുട്ടിന്റെ ഉള്ളിൽ ആന്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റും പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റും. അതിലും കോമൺ ആയിട്ട് കാണുന്നത് ആന്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ് ആണ്. പിന്നെ കൂടാതെ നമ്മൾ മെനിസ്കസിനെ പറ്റിയും പറയണല്ലോ അല്ലേ? അതെ. പക്ഷെ അത് ലിഗമെന്റ് അല്ല, അതൊരു കാർട്ടിലേജിന്റെ ഒരു വാഷർ പോലെ നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ യൂഷ്വൽ കോമൺ ലാംഗ്വേജിൽ വാഷർ എന്ന് പറയുന്നതാണ് മെനിസ്കസ്. മുട്ടിലേക്ക് 2 ഉണ്ട് അല്ലേ? ഉൾവശവും പിന്നെ ഔട്ടർ സൈഡും, മീഡിയൽ ആൻഡ് ലാറ്ററൽ ലിഗമെന്റ്. അപ്പോൾ ഇത് നമ്മൾ ഈ മുട്ടിന് വെയിറ്റ് വരുമ്പോൾ ആ വെയിറ്റ് കുറച്ചും കൂടി ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ മെനിസ്കസ് എന്ന് പറയുന്നത്. പിന്നെ മുട്ടിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ് എന്ന് പറയുന്നത് ഈ കാൽ അസ്ഥി, തൊട അസ്ഥിനെ വെച്ച് നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാതെ ഇരിക്കാൻ വേണ്ടി അതിനെ ഒന്ന് ആങ്കർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റ്. അസീം സാറിൻ്റെ എക്സ്പീരിയൻസിൽ എങ്ങനത്തെ ഒരു ഇഞ്ചുറിയാണ് സാർ പിന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ ഒരു ACL ഇഞ്ചുറി ആയിട്ട് തന്നെ തോന്നുന്നത്? ഞങ്ങൾ അവിടെയൊക്കെ വെച്ചാൽ മലപ്പുറത്തൊക്കെ യൂഷ്വലി ഫുട്ബോൾ തന്നെയാണ്, എസ്പെഷ്യലി ടർഫിലുള്ള ഫുട്ബോൾ, കോണ്ടാക്ട് സ്പോർട്സ് ഉണ്ടല്ലോ. നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകുമല്ലോ, കട്ടിങ് ആക്ടിവിറ്റീസ്. പിന്നെ കൂടാണ്ട് വേറൊരാൾ ടാക്കിൾ ചെയ്യുമ്പോഴത്തേന് മുട്ടിൽ നല്ല അടി കിട്ടിയത്, അങ്ങനെയുള്ള ആളുകളാണ് സാധാരണഗതിയിൽ ACL ഇഞ്ചുറി കാണാറുള്ളത്. പക്ഷേ ACL ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ കളിക്കുന്ന ആൾക്ക് കലശലായ വേദന വരും, നല്ല നീര് വരും, പിന്നെ അവർക്ക് സാധാരണഗതിയിൽ കളിക്കാൻ പറ്റാറില്ല. അത് തന്നെ ഒരു സൈനാണ്. നല്ലൊരു വീഴ്ച വീണ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇഞ്ചുറി അത് കാണിക്കുന്നുണ്ട്. അത് എൻ്റെ OPയിൽ ഫുട്ബോൾ വളരെ കോമൺ ആണ്. പിന്നെ ബാസ്കറ്റ് ബോളേഴ്സ് റീബൗണ്ട് ചെയ്ത് ചാടി ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അബ്നോർമൽ പൊസിഷനിൽ മുട്ട് ലാൻഡ് ചെയ്തു, ട്വിസ്റ്റിംഗ് ഇഞ്ചുറി. നല്ല വേദനയാണ് അത് സംഭവിക്കുന്ന സമയത്ത്. യൂഷ്വലി ACL ഇഞ്ചുറി ഉള്ള പേഷ്യൻ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എക്സ്റേ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാക്ചർ ഉണ്ടോ, വേറെ എന്തെങ്കിലും എല്ലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളങ്ങനെ വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ പറയാറില്ല. ആ നീരൊക്കെ കുറയാനുള്ളൊരു നീ ബ്രേസ് മാതിരി എന്തെങ്കിലും കൊടുക്കും, ചെറിയ അനാൽജസിക്സ്, നീര് പോകാനുള്ള മരുന്ന് കൊടുക്കും. ഇത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയും. 2-3 ദിവസം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറയും. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേന് അവർ 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് നന്നായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റുകയും വേദനയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു നല്ല ഓർത്തോപെഡിക് സർജന് എക്സാമിൻ ചെയ്യുന്നതോടെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് ACL ഇഞ്ചുറി ഉണ്ട് എന്ന്. പിന്നെ നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു MRI സ്കാൻ ചെയ്യേണ്ടി വരും. MRI സ്കാൻ ചെയ്യുന്നതോടെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ACL ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ, അതോ വേറെ എന്തെങ്കിലും ഇഞ്ചുറി കൂടെ ഉണ്ടോ. യൂഷ്വലി മെനിസ്കൽ ഇഞ്ചുറീസ് ആണ് ഉണ്ടാവാറുള്ളത് ACL ഇഞ്ചുറിൻ്റെ കൂടെ. ഈ MRI എടുക്കുന്നതിനൊരു ടൈമിംഗ് എന്നുണ്ടോ, അതോ ഇഞ്ചുറി പറ്റി അപ്പം തന്നെ പോയി MRI എടുക്കണമെന്നാണോ? ഇഞ്ചുറി പറ്റുന്ന അപ്പം തന്നെ MRI നമ്മൾ അഡ്വൈസ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ അപ്പം ഭയങ്കര നീരും പെയിനൊക്കെ പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് പിന്നെയും പോയി MRI ഇൻവെസ്റ്റിഗേഷൻ പേഷ്യൻ്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഈ നല്ല സ്വെല്ലിങ്ങും ആ ഒരു ബ്ലീഡ് സംഭവിച്ച ഉടനെ നമ്മളൊരു MRI എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇഞ്ചുറിയുടെ ആ ഒരു എക്സ്റ്റെന്റ് ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റും ചിലപ്പോൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനോ റേഡിയോളജിസ്റ്റിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും ബ്ലീഡിംഗ് ഒക്കെ ഉള്ളിൽ കിടക്കുകയാണ്, ഇത്രയും നീരുള്ളിൽ കിടക്കുകയാണ്. ചിലപ്പോൾ കുറച്ചൊന്ന് നീര് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും, നീര് പറ്റി കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ. ഇപ്പോൾ ഒരു ACL ഇഞ്ചുറി സംഭവിച്ച ഒരു പേഷ്യൻറ്റിന് നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ്?
ഈ ആദ്യത്തെ ഇഞ്ചറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേദന നീരൊക്കെ കുറഞ്ഞതിന് ശേഷം തിരിച്ചൊരു നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ ആ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ നിരപ്പായ റോട്ടിൽ കൂടെ നടക്കുമ്പോഴത്തേന് ഒരു ബുദ്ധിമുട്ടും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. ACLൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കട്ടിങ് ആക്ടിവിറ്റീസ്, പെട്ടെന്ന് സ്റ്റെപ്പുകൾ ഫാസ്റ്റായിട്ട് ഇറങ്ങുക, അപ്പോഴൊക്കെയാണ് ഈ ACLൻ്റെ ഫംഗ്ഷൻ വരുന്നത്, ഒരു പിവറ്റിംഗ് മൂവ്മെൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ടൈം അയാൾ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോഴത്തേന് പെട്ടെന്ന് ഓടുമ്പോഴും സൈഡ് വൈസ് ഒക്കെ ഓടുമ്പോഴത്തേന് ഒരു ഇൻസ്റ്റെബിലിറ്റി, കാലിനൊരു ഉറപ്പില്ലായ്ക തോന്നും. അപ്പോൾ ഒരു വേദനയും ഒരു ധൈര്യക്കുറവ് തോന്നും, ചിലപ്പോൾ മടങ്ങിപ്പോകും. അതെ, മടങ്ങിപ്പോവും, ഒരു ധൈര്യക്കുറവ്, ആൾക്കാർ കളിക്കാൻ പോകില്ല. അങ്ങനെ ഒരു ACL ഇഞ്ചറി ഉള്ള ആൾക്ക് തന്നെ പേടിയായിരിക്കും, ഞാൻ വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പിന്നെ സ്റ്റെപ്സൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇറങ്ങുമ്പോഴത്തേനൊരു സ്റ്റെബിലിറ്റി കിട്ടില്ല. അതാണ് യൂഷ്വലായിട്ടുള്ള ഫീച്ചർ. പിന്നെ മെനിസ്കൽ ഇഞ്ചറി ഉണ്ടെങ്കിൽ പെയിനും ഉണ്ടാകും. ചില പേഷ്യൻസ് ഈ ACL ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് അവർ നിയർ നോർമൽ ലൈഫ് ജീവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുവരാം. അതെ അതെ അതെ. അവർ ചിലപ്പോൾ ചില പേഷ്യൻസിന് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും, അതെ അതെ, ചിലപ്പോൾ ചില പേഷ്യൻസിന് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവത്തില്ല. ഓക്കെ ഓക്കെ. ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നടക്കാനും കാർ ഓടിക്കാനും അങ്ങനെയൊന്നും സാധാരണഗതിയിൽ പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ MRI എടുത്തല്ലോ, MRI എടുത്ത് നമുക്ക് മനസ്സിലായി അയാൾക്ക് ACL ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ എന്താ ഇനി പറയുക, നമ്മൾ പക്ഷേ ആൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വേദനയൊക്കെ കുറഞ്ഞു, ഇനി നമ്മൾക്ക് അവിടെ കളിക്കാൻ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ ഇനി ആൾക്ക് കളിക്കാൻ പറ്റുമോ, എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സാധാരണഗതിയിൽ ജോസഫ് എങ്ങനെയാണ് പേഷ്യൻ്റെ അടുത്ത് പറയാറുള്ളത്? അതെ, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ, ഇപ്പോൾ ഒരു പരിക്ക് പറ്റി ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്താണ്? അതെ അതെ അതെ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ACL ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് സ്വയം ഹീലാവുന്ന ഒരു ലിഗമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് ഒരു ബ്ലഡ് സപ്ലൈ കുറവാണ്. ACLൻ്റെ സർജറി എന്ന് പറയുന്നത് റിപ്പയർ അല്ല, റീകൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമ്മളത് ഹീലാവത്തില്ല എന്ന് മനസ്സിലാക്കി വേറെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഒരു ലിഗമെൻ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ. ആ വള്ളിക്ക് പകരം വേറൊരു വള്ളി വെക്കുകയാണ്. അതെ, ആ വള്ളി കൂടുന്നില്ല, തുന്നിക്കേട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ആർക്കാണ് ആ സർജറി വേണ്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റബിലിറ്റി കാരണം അവരുടെ ജീവിതശൈലിക്ക് ഒരു വ്യത്യാസം സംഭവിച്ചേക്കണ ഒരു വ്യക്തി, ഈ ACL ലിഗമെന്റ് പോയ ഒരു ആൾക്ക് ആ കാലിൽ ഭാരം വഹിച്ച് തിരിയാൻ ഉള്ള ഒരു മൂവ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. തിരിച്ച് ചിലപ്പോൾ കളിക്കാൻ പറ്റിയെന്ന് വരില്ല, ഫുട്ബോൾ കളി പറ്റത്തില്ല. അപ്പോൾ ഒരു റെക്രിയേഷനിലായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു യങ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ കുറേ ആക്ടിവിറ്റീസിന് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 2 വീലറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധ തിരിയുകയാണെങ്കിൽ ഒരു പക്ഷേ മുട്ട് മടങ്ങിപ്പോയി വീഴാം. അപ്പോൾ ഒരു കോൺഫിഡൻസ് കുറയുകയും അവരുടെ ജീവിതത്തിൽ വളരെയധികം ഡിസബിലിറ്റി നേരിടുന്ന ഒരു ബേസിക്കലി മുട്ടിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ACL ലിഗമെന്റ് ഉള്ള ഇഞ്ചുറി ഉള്ള ആൾക്ക് മുട്ടിന് ബേസിക്കലി സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതെ, അപ്പോൾ ആ ഇൻസ്റ്റെബിലിറ്റി മൂലം ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ ACL റീകൺസ്ട്രക്ഷനും കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ മെനിസ്കൽ ഇഞ്ചറി ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായും. പിന്നെ വേറെ ഒരു കുറേ പഠനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്, അഥവാ ഒരു ACL ഇഞ്ചറി ഉണ്ട്, ഒരു മെനിസ്കൽ ഇഞ്ചറി ഉണ്ട് എങ്കിൽ, മെനിസ്കസിന് ഓൾറെഡി രക്തയോട്ടം കുറവായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. മെനിസ്കസിന്റെ സർജറിയും ഇതും ഒരുമിച്ച് ചെയ്യുമ്പോൾ മെനിസ്കസ് സർജറിയുടെ സക്സസിന്റെ ചാൻസുകൾ വളരെയധികം കൂടുതലാണെന്നുള്ളതുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ സാറേ, ഈ ഒരു ACL ഇഞ്ചറി സംഭവിച്ചു കഴിഞ്ഞ് ACL ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് സഫർ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതെ. ഇപ്പോൾ ACL ലിഗമെൻറ്റ് ഇഞ്ചറി ഉണ്ട്, അതിനെക്കൊണ്ട് ആൾക്ക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, നീക്ക് അത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അങ്ങനെയുള്ള ആൾക്ക് നമുക്ക് ആ ACLന് പകരമായിട്ട് വേറൊരു ലിഗമെൻറ്റ് വെച്ച് കൊടുക്കണം. അത് നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കീ ഹോൾ സർജറി, ആർത്രോസ്കോപ്പി സർജറി എന്ന് പറയുന്ന പോലെ കീ ഹോൾ സർജറി പോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ലിഗമെൻറ്റിന് പകരം നമ്മുടെ ശരീരത്തിൽ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ലിഗമെൻറ്റ്സ് നമുക്കുണ്ട്, നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റുന്ന ലിഗമെൻറ്റ്സ്. മസിൽ ടെൻഡൻസിനെ ലിഗമെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതെ, മസിൽ ടെൻഡൻസിനെ നമുക്ക് ലിഗമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് മുട്ടിന് ചുറ്റുമുള്ള ടെൻഡൻസ് തന്നെയാണ് അതിന് പകരം ഉപയോഗിക്കുന്നത്. അല്ല, ചിലപ്പോൾ കാൽക്കുഴ, ഉപ്പൂറ്റിയുടെ അടുത്ത് നിന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് കീ ഹോൾ സർജറി മൂലം അത് നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സർജറി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീഹാബിലിറ്റേഷൻ. സർജറി ഒരു 50% ആവുന്നുള്ളൂ. ഇപ്പോൾ പേഷ്യൻ്റ് ഓപ്പറേഷന് ശേഷം ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ക്രമമായിട്ടാണ് ചെയ്യുക, ഒരു ദിവസം കൊണ്ടല്ല ചെയ്യുക. യൂഷ്വലി 2 മാസം വരെ എടുക്കും. നമ്മൾ ACL ലിഗമെൻറ്റ് ചെയ്ത പേഷ്യൻറ്റിനെ മെല്ലനെയാണ് മുട്ടുമടക്കുക. ആദ്യത്തെ 90 ഡിഗ്രി 2 ആഴ്ച ടൈം എടുത്ത് നമ്മൾ മെല്ലനെ
തുടങ്ങാറുള്ളൂ. ആദ്യം നമ്മൾ മൂവ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യും, പിന്നെ നമ്മൾ മുട്ടിനും ചുറ്റുമുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം. അതെ, ഇതിൻ്റെ ഒരു പോസ്റ്റ് സർജറി പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടുള്ള ഗ്രേഡഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഒരു 6 മാസം വരെയൊക്കെ. അതെ അതെ, 6 മാസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ആൾ ചെയ്യണം. എക്സസൈസ് നന്നായിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വിടാൻ പാടില്ല. അതെ, ആൾ ലൈഫ് ലോങ് തന്നെ ചെയ്യണം. ഇപ്പം അതെ, ഏകദേശം എത്ര നാൾ കഴിഞ്ഞാലാണ് ഈ ഒരു സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് തിരിച്ച് കളിയിലേക്ക് പോകാൻ പറ്റുക അല്ലെങ്കിൽ ഓടാൻ പറ്റുക? അത് എത്രത്തോളം നന്നായിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു എന്നുള്ള അനുസരിച്ചിരിക്കും. നമുക്ക് മറ്റേ കാല് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമ്മളെ മസിൽ സ്ട്രെങ്ത്ത്, അതേപോലെ തന്നെ മസിൽ ബൾക്ക് എല്ലാം ഓൾമോസ്റ്റ് നോർമലായി കഴിഞ്ഞാൽ യൂഷ്വലി 6 to 9 മന്ത്സിലേക്ക് കോൺടാക്ട് സ്പോർട്സ് പോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ നമ്മൾ എപ്പോഴും ബെറ്റർ കുറച്ച് ലേറ്റ് ആയിട്ട് നന്നായിട്ട് സ്ട്രെങ്ത് ഒക്കെ കിട്ടി എന്ന് പക്ഷേ പോകാനാണ് അഡ്വൈസ് ചെയ്യാറ്. ഞാൻ യൂഷ്വലി പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 കൊല്ലം കഴിഞ്ഞിട്ട് കളിച്ചാൽ മതി. അതെ, എപ്പോഴും സേഫ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒരു ഹീലിംഗ് പൊട്ടൻഷ്യൽ എപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കുറച്ചും കൂടെ ലേറ്റർ ആയിട്ട് ഒരു എക്സ്ട്രീം സ്പോർട്ട്, ഒരു എക്സ്ട്രീം കോൺടാക്ട് സ്പോർട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ്. അതെ അതെ, പിന്നെ നമ്മൾ സ്വന്തം നേറ്റീവ് ACL പൊട്ടിച്ച ഒരാൾക്ക് എത്ര ഇതും പൊട്ടാൻ അധികം സമയം വേണ്ടി വരില്ല. പക്ഷെ നല്ല ബൾക്കൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്, നമ്മൾ ഇഷ്ടംപോലെ പേഷ്യൻസിനെ നമ്മൾ തിരിച്ചവർ ഫുട്ബോളൊക്കെ കളിക്കാൻ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ.